നിലാങ്കര ശ്രീ കുതിരക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ലക്ഷം ദീപം സമർപ്പണത്തിന് ആശംസകൾ നേർന്ന് ആറങ്ങാടി ഇസ്സത്തുൽ ഇസ്ലാം ജമാഅത്ത് ഭാരവാഹികൾ ക്ഷേത്രാങ്കണത്തിലെത്തി. ആഘോഷത്തിന് ആശംസകൾ നേരുകയും അടുത്ത മാസം നടക്കുന്ന ആറങ്ങാടി മഖാമുറൂസിന് ക്ഷേത്ര ഭാരവാഹികളെ ക്ഷണിക്കുകയും ചെയ്ത ശേഷമാണ് ഇവർ മടങ്ങിയത്. വടക്കൻ കേരളത്തിന്റെ അമ്മദേവ സങ്കല്പങ്ങളിൽ പ്രധാനിയായ നിലാങ്കര ശ്രീ കുതിരക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ലക്ഷം ദീപ സമർപ്പണത്തിന് ആശംസകൾ നേർന്ന് ആറങ്ങാടി ഇസ്സത്തുൽ ഇസ്ലാം ജമാഅത്ത് ഭാരവാഹികൾ ക്ഷേത്രാങ്കണത്തിലെത്തി. ആഘോഷത്തിന് ആശംസകൾ നേരുകയും അടുത്ത മാസം നടക്കുന്ന ആറങ്ങാടി മഖാമുറൂസിന് ക്ഷേത്ര ഭാരവാഹികളെ ക്ഷണിക്കുകയും ചെയ്തു. കുതിര എന്നാണ് ഈ പ്രദേശത്തിന്റെ ആദ്യ നാമം. നിലമംഗലം കുതിര പിന്നീട് നലാങ്കരയും അതിനുശേഷം നിലാങ്കരയുമായ ഒരു ചരിത്രം ഈ ഭൂപ്രദേശത്ത്. നമ്മുടെയൊക്കെ പെറ്റമ്മമാരുടെ അമ്മമാരോട് നമ്മൾ കാണിക്കുന്ന ഒരു വികാര വയ്പും ഒരു സ്നേഹവായ്പുമാണ് ഈ പ്രദേശത്ത് ഒരു അമൃത കുടീരം പോലെ നിലനിർത്തുന്ന ഒരു ദേവിയുടെ ഒരു സാന്നിധ്യം കൊണ്ട് ഈ പ്രദേശത്ത് ഉണ്ടാകുന്ന വല്ലാത്തൊരു പ്രഭ ചൊരിയുന്ന ഒരു അന്തരീക്ഷം ഈ നാട്ടിലുണ്ടായി. ഞാൻ ഈ തൊട്ടടുത്ത് താമസിച്ച ആളാണ്, ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ജീവിതത്തിൽ ആദ്യമായി പൂരക്കളി കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. ജീവിതത്തിൽ ആദ്യമായി പൂരക്കളിയുടെ ഭാഗമായ മർത്തുകളി രണ്ട് പണ്ഡിതന്മാർ നേർക്കുനേർ നിന്ന് വ്യാകരണവും ഉച്ചാരണവും ഉൾപ്പെടെ സംസ്കൃതത്തിൽ അതിമനോഹരമായി നടത്തുന്ന രണ്ട് ഡിബേറ്റുകൾ ജീവിതത്തിൽ ആദ്യമായി കണ്ടത് ഈ പ്രദേശത്ത് നിന്നാണ്. ഈ മർത്തുകളിയെ നിയന്ത്രിക്കാൻ വന്ന വലിയ പൂരക്കളി പലപ്പോഴും നമ്മുടെ ദാമോദരേട്ടൻ്റെ സതീർത്ഥനായ ദാമോദരപ്പണിക്കർ ഉൾപ്പെടെ നമ്മുടെ CK നാരായണ പണിക്കർ, മടിക്കൈ ഗോപാലകൃഷ്ണ പണിക്കർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അതിമനോഹരമായ ഡിബേറ്റ് ഈ മർത്തുകളി കാണാനുള്ള ഒരു സൗഭാഗ്യം നമ്മുടെയൊക്കെ വളരെ ചെറുപ്പത്തിൽ നമുക്കുണ്ടായി. പിന്നീട് ഈ കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു നാട്ടിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ച് ഒരു മനസ്സായി ജീവിക്കണം എന്ന ഒരു സന്ദേശമാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഈ പ്രദേശത്ത് നിന്ന് ഈ കുതിരക്കാളി അമ്മയുടെ മുമ്പിൽ വച്ച് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊക്കെ ലഭിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ കൊവ്വൽ ദാമോദരൻ, ജനറൽ കൺവീനർ കൃഷ്ണൻ പനങ്കാവ്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് K. സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജമാഅത്ത് ഭാരവാഹികളെ സ്വീകരിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് MK. അബ്ദുൾ റഷീദ് ഹാജി, അറഹ്മ സെന്റർ ചെയർമാൻ ബഷീർ ആറങ്ങാടി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ CH. അബ്ദുൾ ഹമീദ് ഹാജി, ജമാഅത്ത് ജനറൽ സെക്രട്ടറി T. അബ്ദുൾ അസീസ്, മുൻ കൗൺസിലർമാരായ T. റംസാൻ, T. മുഹമ്മദ് കുഞ്ഞി, AP. കരീം, ക്ഷേത്ര ഭാരവാഹികളായ സുമേഷ്, സുരേന്ദ്രൻ, സുകുമാരൻ, മോഹനൻ, ഗംഗാധരൻ, പവിത്രൻ എഞ്ചിനീയർ, ബിനു മാസ്റ്റർ, ദിനേശൻ കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.